എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ചിൽ നടന്ന ഒരു പരിപാടിയിൽ, അതായത് ജൂതന്മാർ ഹനോക്കെ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ആ പരിപാടിയിൽ ഒരു തീവ്രവാദി ആക്രമണം ഉണ്ടാകുന്നു. അത് പാകിസ്ഥാൻ പൗരന്മാരായ നവീദ് അക്രവും ജാവേദ് അക്രവും, ഈ രണ്ട് അച്ഛനും മകനുമാണ്. ഇവർ ഏകദേശം 20 മിനിറ്റോളമാണ് അവർ വെടിയുതിർത്തത്. അതിൽ 13 പേർ കൊല്ലപ്പെടുകയും 25ഓളം പേർക്ക് അതീവ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഒഫീഷ്യലായിട്ട് പറഞ്ഞിരുന്നു ഇതൊരു തീവ്രവാദി ആക്രമണമാണ്. അതായത് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ജെയ്ഷെ മുഹമ്മദിൻ്റെ മസൂദ് അസറാണ് ഇതിന് പിന്നിൽ എന്നുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഇസ്രയേലും ഹമാസും വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ അതിന് മുന്നേ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ പൗരന്മാർ, അതായത് ജൂതന്മാരെ ഏത് സ്ഥലത്ത് ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ, ഏത് രാജ്യം ആണോ ആക്രമിച്ചത്, ആരൊക്കെയാണ് അവർക്ക് സഹായം നൽകിയിരിക്കുന്നത്, അവർ നമ്മൾ കയറി അടിച്ചിരിക്കും, മുന്നും പിന്നും നോക്കാതെ അടിച്ചിരിക്കുമെന്ന് നെതന്യാഹു പറഞ്ഞിരുന്നു. ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ് ഈ പ്രശ്നം. ഹമാസും ഇസ്രയേലും തമ്മിൽ പ്രശ്നം നടക്കുന്ന സമയത്ത് തന്നെ ഹമാസിൻ്റെ ലീഡേഴ്സൊക്കെ അങ്ങ് ഖത്തറിലാണ് സുഖ സൗകര്യങ്ങളോടുകൂടി പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഈ എന്താ പറയുക, ഇവിടെ തന്നെ പെണ്ണും അതും ഇതൊക്കെ ആയിട്ട് അങ്ങനെ ആർത്തുല്ലസിക്കുമായിരുന്നു അവന്മാർ. അപ്പോൾ കറക്റ്റ് അവർ അവിടെ ഉണ്ട് എന്നുള്ള വിവരം കിട്ടുന്നു, ഖത്തറിൽ കയറി അടിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഖത്തറിൽ അമേരിക്കൻ്റെ സൈനിക ഇതൊക്കെയുള്ള സ്ഥലമാണ്. അവിടെ കയറിയിട്ടാണ് കറക്റ്റ് പ്രിസിഷൻ അറ്റാക്ക് ക്യാരി ഔട്ട് ചെയ്തിട്ട് ആ ഹമാസിൻ്റെ 7 ലീഡേഴ്സിനെ കൊന്നിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമായ ഒരു മെസ്സേജ് ലോകത്തിന് കൊടുത്തിരുന്നു. അത് നമ്മുടെ പൗരന്മാരെ ആക്രമിച്ചിട്ട് നിങ്ങൾ എവിടെ പോയി ഒളിച്ചാലും, നിങ്ങൾ എത്ര മാളത്തിൽ പോയി ഒളിച്ചാലും നിങ്ങൾ തീർത്തിരിക്കുന്നില്ല കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് നെതന്യാഹു പറഞ്ഞിരുന്നു. അപ്പോൾ ഇതും ഇപ്പോൾ ഓസ്ട്രേലിയ ഇന്നലെ നടന്ന കൂട്ടക്കൊലയുണ്ടല്ലോ, അത് സമാനമായ സാഹചര്യമാണ് ഇവിടെയുള്ളത്. അതായത് ഒക്ടോബർ 7, 2023 ഹമാസിൻ്റെ ആൾക്കാർ ഇസ്രയേലോട്ട് കടന്നു വരികയും അവിടെ ഒരു മ്യൂസിക് കൺസേർട്ടിൽ ഏകദേശം 1200ഓളം പേര് വെടിവെച്ച് കൊല്ലുകയും ചെയ്തിരുന്നു. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ യുദ്ധം ഇപ്പോൾ വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ ഇസ്രായേൽ തീരുമാനിച്ചാണ് ഇനി ഒരു ജൂതനും ഇത്തരത്തിലുള്ള, അതായത് മതപരമായ ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിന് ഇടയാകരുത്. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെ പോയി ഒളിച്ചാലും അവരെ തീർത്തിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതായത് ഇപ്പോൾ ഓസ്ട്രേലിയയിലെ മാധ്യമങ്ങൾക്ക്, ചില മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് ജെയ്ഷയുടെ മസൂദ് അസറാണ് ഇതിന് പിന്നിൽ, ഇയാൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് ഇവരുടെ ഒരു സംഘടനയാണെന്ന തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ നവീദ് അക്രം എന്ന് പറയുന്ന അയാൾ പാകിസ്ഥാൻ പൗരനാണ്, റാവൽപിണ്ടിയിൽ നിന്ന് വരുന്ന ആളാണ്. ശരിക്കും ഈ ഖുറാൻ പോലും ബൈഹാർട്ടായ ഒരു വ്യക്തിയാണ് ഈ ജിഹാദി. അതായത് പാകിസ്ഥാൻ ആർമി സ്കൂളിൽ ഈ ഖുറാൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് അങ്ങനെ കോമ്പറ്റീഷനിലൊക്കെ ഒരുപാട് പ്രൈസുകൾ വാങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഈ അറ്റാക്ക് നടക്കുന്ന, ഓസ്ട്രേലിയൻ അറ്റാക്ക് നടക്കുന്ന ഏകദേശം ഒരാഴ്ച മുന്നേ തന്നെ ഓസ്ട്രേലിയയിലെ മുസ്ലിം ഇമാം കൗൺസിലിൻ്റെ അതിൻ്റെ ചീഫ് ഈ നവീദ് അക്രമായിട്ടുള്ളൊരു ഫോട്ടോ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. അതായത് അവിടെ നടന്ന എന്തോ അവർ ഇന്റേണലി നടത്തിയ എക്സാമിൽ ഹയസ്റ്റ് സ്കോർ, അവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് സ്കോർ ചെയ്തൊരു വ്യക്തി, ഒരു വ്യക്തിയായിരുന്നു ഇപ്പോൾ ആക്രമണം നടത്തിയ നവീദ് അക്രം എന്ന് പറയുന്ന ഈ ജിഹാദി. അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുകയാണെങ്കിൽ ശരിക്കും വലിയ രീതിയിലുള്ളൊരു പങ്ക്, അതായത് പാകിസ്ഥാനിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഇതിനുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നെതന്യാഹു നേരത്തെ പറഞ്ഞ മാതിരി, അതായത് നമ്മുടെ പൗരന്മാരെ എവിടെ ആക്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് പണി കിട്ടിയിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്തയും കൂടി പുറത്തു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രയേൽ പാകിസ്ഥാനിൽ കയറി അടിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അതായത് ഏത് നിമിഷം, അതായത് ഈ ഓസ്ട്രേലിയയിൽ നടന്ന കൂട്ടക്കൊലക്ക് ഒരു മറുപണി കൊടുത്തില്ലെങ്കിൽ വലിയ രീതിയിൽ അവിടുത്തെ സമൂഹം നെതന്യാഹുവിന് എതിരാവുന്നില്ല കാര്യം ശരിക്കും അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പാകിസ്ഥാനിൽ കയറി അടിക്കുന്ന അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് വലിയ രീതിയിൽ ഈ ഇസ്രായേൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യാവശ്യ ധ്വംസനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പാകിസ്ഥാൻ്റെ ആർമി ചീഫ് അസിം മുനീറും അവിടുത്തെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫൊക്കെ യു എനിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഈ ഇസ്രായേലിൻ്റെ ഡെലിഗേറ്റ് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ പാകിസ്ഥാനിൽ, അതായത് നിങ്ങളാണ് ഏറ്റവും കൂടുതൽ കൂട്ടക്കൊല ചെയ്തത്, നിങ്ങളത് മറക്കണ്ട. അതായത് വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്ത നിങ്ങളാണ്, അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൂട്ടക്കൊലയും നിങ്ങളാണ്, അത് മറക്കണ്ട. അത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് സംസാരിക്കേണ്ട. ഇൻ കേസ് നിങ്ങൾ ഹമാസിന് എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കയറി അടിക്കും, പാകിസ്ഥാനിൽ ഞങ്ങൾ കയറി അടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലെന്നാണ് UN നിന്ന് മറുപടി കൊടുത്തതാണ് പാകിസ്ഥാനിൽ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓസ്ട്രേലിയ നടന്ന ജൂതന്മാർക്കെതിരെ നടന്ന അറ്റാക്കിന് ഒരു മറുപണി, അതിന് പ്രതികാരം ഇസ്രയേൽ ചെയ്തിരിക്കുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ചില മാധ്യമങ്ങൾ, ഇപ്പോൾ ചില പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ പാകിസ്ഥാനിൽ കയറി അടിക്കും, അതായത് വ്യക്തമായ സന്ദേശം. അതിന് മൊസാദും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളൊക്കെ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഓൾറെഡി നടന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതായത് ഇന്ത്യൻ്റെ മുക്കും മൂലയും എന്തൊക്കെയാണെന്ന് കറക്റ്റ് A to Z ഇന്ത്യക്ക് അറിയാം. നമ്മൾ കണ്ടതാണ് ഓപ്പറേഷൻ സിന്ദൂറിലൊക്കെ ഇത്ര കൃത്യമായിട്ട്. അതായത് ഓരോ സ്ഥലത്തും പ്രിസിഷൻ അറ്റാക്കാണ് ഇന്ത്യ നടത്തിയത്. അതായത് ലഷ്കറിൻ്റെയും ഈ ജയ്ഷയുടെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സിൽ കയറി ബോംബിട്ടു. ഒരു സിവിലിയൻസിനും ഡാമേജ് ഉണ്ടായിരുന്നില്ല. അതായത് മാക്സിമം തീവ്രവാദികൾക്ക് ഡാമേജ് ഉണ്ടാക്കി കൊടുത്തിരുന്നു ഇന്ത്യ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കറക്റ്റ് പ്രിസിഷൻ അറ്റാക്ക് ക്യാരി ഔട്ട് ചെയ്യണമെങ്കിൽ അതിന് മുക്കും മൂലയും നല്ല ഇന്ത്യക്ക് അറിയുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എവിടെ അടിക്കണമെന്ന് ഇസ്രായേൽ തീരുമാനിക്കും. അത്തരത്തിലുള്ള ഡാറ്റകളൊക്കെ ഇപ്പോൾ ഓൾറെഡി ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളുമായിട്ട് മൊസാദ് നടത്തി എന്നുള്ളൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ചില മാധ്യമങ്ങൾ കുറച്ചുകൂടി കടന്നിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ. അതായത് ഇസ്രായേൽ സൈന്യം ജമ്മു കാശ്മീരിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അതായത് പാകിസ്ഥാനിലെ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട്, ഇതിന് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ഈ ഓസ്ട്രേലിയ നടന്ന കൂട്ടക്കൊല. എന്ത് തന്നെയായാലും
അവിടുത്തെ പ്രധാനമന്ത്രി, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ഈ ആൻ്റണി ആൽബനീസിൻ്റെ അതിതീവ്ര മുസ്ലിം പീഡനമാണ് ഈ അറ്റാക്കിന് കാരണം. നെതന്യാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ നെതന്യാഹു ഈ പാകിസ്ഥാനിലേക്ക് അടിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നെതന്യാഹു ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ ഓസ്ട്രേലിയക്ക് വാൺ ചെയ്തിരുന്നു, നിങ്ങൾ അവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കുടിയേറ്റവും അവിടെ നടക്കുന്ന ആക്ടിവിസവും ഒക്കെ തടഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്നേക്കുമായിട്ട് അടുത്ത് തന്നെ വലിയ രീതിയിൽ പണി വാങ്ങുന്ന കാര്യത്തിൽ ഒരു സംശയമില്ലെന്നൊരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. ഈ അടുത്ത കാലത്ത് വരെ 2 ആഴ്ച മുന്നേ വരെ അവർക്ക് മറുപടി കൊടുത്തിരുന്നു. അപ്പോൾ ശരിക്കും ഈ ആൻ്റണി ആൽബനീസ് എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ഞെട്ടിപ്പോയതെപ്പാണെന്നറിയോ? ഈ ഹമാസും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചില്ലേ, ആ സമയത്ത് ഓസ്ട്രേലിയ സിഡ്നി ബ്രിഡ്ജിൽ ഏകദേശം 25,000 പേര് ഗ്യാദർ ചെയ്തിട്ട് ഹമാസിന് അനുകൂലമായിട്ട് വലിയ രീതിയിലുള്ള പ്രചരണം നടത്തി. ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇത് നടത്തിയത്. പക്ഷേ അവർ കൂടുതലും ഹമാസിൻ്റെ യൂണിഫോം ധരിച്ച്, ഇപ്പോൾ നമ്മൾ കേരള ഇലക്ഷനിലൊക്കെ കണ്ടില്ലേ, ചില ആൾക്കാരൊക്കെ ഹമാസിൻ്റെ വേഷമൊക്കെ ധരിച്ചിട്ട് ഇവിടെ വലിയ രീതിയിലുള്ള പ്രകടനമൊക്കെ നടത്തിയത്. അപ്പോൾ അതുമാതിരിയുള്ള ഇതാണ് അവിടെ നടന്നത്. അത് 25,000 പേർ, ആ ചെറിയ ഒരു 10,000 പേർക്ക് വരാൻ തമ്പടിക്കാൻ പറ്റുന്ന സ്ഥലത്ത് 25,000 പേര് വന്നിട്ട് വലിയ രീതിയിലുള്ള പ്രകടനം, ഹമാസ് അനുകൂല പ്രകടനം അവിടെ നടത്തിയിരുന്നു. ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞിട്ട്. അത് രാജ്യങ്ങളിൽ ശരിക്കും അത്ഭുതപ്പെടുത്തിയാണ്. ഓസ്ട്രേലിയ പോലൊരു രാജ്യത്ത് ഇത്ര അധികം ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അന്ന് തന്നെ മൊസാദിനെ വലിയ രീതിയിലുള്ള വാണിംഗ് കൊടുത്തിരുന്നു. ഇവരുടെ ഓരോ ആക്ടിവിറ്റിയും ഓരോ നീക്കങ്ങളും വ്യക്തമായി കൊടുത്തിരുന്നു. പക്ഷേ ആൻ്റണി ആൽബനീസ് എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി അതൊക്കെ അവഗണിക്കുകയായിരുന്നു. അത് ഇസ്രയേലിന് ഒരു തരത്തിലും കൺസിഡർ ചെയ്തൊരു വ്യക്തിയാണ് ഇപ്പോഴത്തെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി. അപ്പോൾ എന്തിനാലും ഇവർ ശരിക്കും ഇത് അനുഭവിക്കുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. ഭാവിയിൽ, അതായത് ഈ യൂറോപ്പിലെ മൊത്തം ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ രാജ്യത്തും നമുക്കറിയാം, സ്വീഡനും നോർവേയും പോലുള്ള രാജ്യങ്ങളൊക്കെ ഈ ഹാപ്പിനെസ് ഇൻഡെക്സിലൊക്കെ ടോപ്പിൽ നിൽക്കുന്നത്. അതായത് അവിടെ ഒരു തരത്തിലും പ്രശ്നമില്ല, അത്രയും ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അവരാണ് ഇത്തരത്തിലെ ജിഹാദികൾക്കൊക്കെ, മുസ്ലിം ആൾക്കാർക്ക് റെഫ്യൂജി ആയിട്ട് അഭയം കൊടുക്കുന്നു, പിന്നീട് അവർക്ക് പള്ളി പണിയാൻ അവസരം കൊടുക്കുന്നു. പിന്നീട് നടക്കുന്നതൊക്കെ ശുഭം എന്ന് പറഞ്ഞാൽ അത്തരം കാര്യങ്ങളാണ് അവിടെയൊക്കെ നടന്നത്. അപ്പോൾ എവിടെയൊക്കെ ഇവർക്ക് അഭയം കൊടുത്തിട്ടുണ്ടോ പിന്നീട് അവിടെ കലാപമായിട്ടുണ്ട്. സ്വീഡനൊക്കെ ഒഫീഷ്യലി ഖുറാൻ കത്തിക്കാനുള്ള ഒഫീഷ്യൽ നിയമം അവർ പാർലമെൻറ്റ് പാസ്സാക്കി. അത് അത്രത്തോളം വെറുത്തുപോയി ഇവന്മാർ. അപ്പോൾ എന്തിനായാലും പാകിസ്ഥാനിൽ കയറി ഇസ്രയേലിൻ്റെ വക ഒരു സംഹാര താണ്ഡവം ഉണ്ടാകുന്നതിൻ്റെ കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത മാതിരി ഇസ്രയേൽ സൈന്യം കാശ്മീരിൽ വന്ന് ഇറങ്ങി എന്നുള്ളൊരു വാർത്ത നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിന് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. അവരെ പൗരന്മാർ ആരക്രമിച്ചു കഴിഞ്ഞാലോ, അവർ ഏത് ഭൂലോകത്തിൻ്റെ ഏത് കോണിൽ ഒളിച്ചു കഴിഞ്ഞാൽ, എത്ര വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ തീർത്തിരിക്കും. ഇപ്പോൾ തെളിവുകളെല്ലാം മുന്നിലുള്ള സ്ഥിതിക്ക് മസൂദ് അസറിൻ്റെ ഗ്യാങ്ങാണ് ഇത്തരത്തിലുള്ളൊരു ആക്രമണം നടത്താൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്തു എന്നുള്ള റിപ്പോർട്ട് മൊസാദിന് ടേബിളിൽ എത്തിയിരിക്കുകയാണ്. ഇനി അവർ ഒട്ടും വൈകിക്കില്ല. അവർ എന്താ പറയേണ്ടത്, ഉടൻ തന്നെ പാകിസ്ഥാനിൽ കേട്ട ഒരു സംഹാര താണ്ഡവമാടും. അതിനുവേണ്ട എല്ലാ ഡീറ്റെയിൽസും ഇന്ത്യയുടെ പക്കൽ നിന്ന് മൊസാദിന് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ഓപ്പറേഷൻ സിന്ദൂരുമായുള്ള ഒരു പരിപാടി എന്തായാലും ഇസ്രയേലിൻ്റെ സൈഡിൽ നിന്ന് കാണാൻ പറ്റുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. നമുക്കതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റു വീഡിയോ കാണാം.